പരജീവിതത്തിൻ മഹത്വം നിലയ്ക്കാതെ മൃഗസാമ്യ ചിത്തനായി ജീവിതം പേറുവാൻ. ഒരു സ്ത്രീ അവൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്താണ്? അറിയോ ആർക്കെങ്കിലും? സ്ത്രീധന പീഡനം, ലൈംഗിക ചൂഷണം, സമത്വമില്ലായ്മ. ഇതിനേക്കാളുമൊക്കെ പ്രാധാന്യമുള്ള ഒരെണ്ണം കൂടിയുണ്ട്. ഒരു സ്ത്രീയെ കേൾക്കുന്ന, മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കുറവ്. അവൾ പറയുന്നത് അവളുടെ വീട്ടുകാർ പോലും കേൾക്കുന്നില്ല, അവളെ മനസ്സിലാക്കുന്നില്ല, എല്ലാം സഹിക്കാൻ പഠിപ്പിക്കുന്നു വിസ്മയുടേതുപോലെ. അവളെ മനസ്സിലാക്കാൻ, അവളെ സംരക്ഷിക്കാൻ ഒരാൾ ഉണ്ടാകുന്നില്ല, പീഡനത്തിനിരയാകുന്ന ഇരകളെപ്പോലെ. ഒരു പ്രശ്നം വന്നാൽ നിവർന്നു നിന്ന് ചങ്കുറപ്പോടെ ചോദിക്കാൻ ആണുങ്ങളുള്ള എത്ര സ്ത്രീകൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. ഇനി സമത്വം. തന്നെ മനസ്സിലാക്കുന്നവർ നിറഞ്ഞ ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു സ്ത്രീ സമത്വമില്ലാത്തവളാകുന്നു? അപ്പോൾ പ്രശ്നം അവളെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയോ ഒരു സമൂഹത്തിൻ്റെയോ അഭാവം മാത്രമാണെന്ന് പറയുന്നില്ല. അത് കുറേ ചോദ്യങ്ങളാണ്, നിങ്ങളാൽ തന്നെ ഉത്തരം കിട്ടേണ്ട കുറേ ചോദ്യങ്ങൾ. ചോദ്യം 1. സ്ത്രീയുടെ പ്രശ്നം സ്ത്രീ തന്നെ ആയാലോ? നോക്കടി, രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി വരുവാണല്ലോ ആണുങ്ങളെ വശീകരിക്കാൻ. അല്ലാണ്ട് ഈ സർക്കാർ ഓഫീസിൽ എന്താ അവളെ പെണ്ണ് കാണാൻ ആള് വന്ന് നിൽക്കുകയാണോ? ആരെ കാണിക്കാനാണോ ആവോ? ചേച്ചി, ഗുഡ് മോർണിംഗ്. മോളെ ശ്യാമേ, ഇന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിന്നെ കാണാൻ. ഞങ്ങളത് പറയുമായിരുന്നു. ഇന്നെന്താ വിശേഷം? ഇന്ന് വൈകിട്ടേ എനിക്കൊരു നാടകമുണ്ട് ചേച്ചി. അയ്യോ, ലേറ്റായി, ഞാൻ പോയി ഒപ്പിടട്ടെ. ആണോ? ശരി ശരി. പിന്നെ അവളുടെ ഒരു നാടകം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ചിലത് മുളയിലേ നുള്ളണം. 2-3 ഊമക്കത്ത് എഴുതേണ്ടിയിരിക്കുന്നു. നീ ജോലി സമയത്ത് നാടകം കളിച്ച് നടക്കുന്നെന്ന് പറഞ്ഞ് 1-2 പരാതികൾ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. ബോസ് ആകെ ദേഷ്യത്തില. എന്താ ഇത് ശ്യാമി? സർക്കാർ ജീവനക്കാർക്ക് ഈ കലാപ്രവർത്തനമൊന്നും പറഞ്ഞിട്ടില്ല. സാർ ആകെ ദേഷ്യത്തില. നിനക്ക് ഈ നാടകം കളിച്ച് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ശ്യാമേ? ശ്യാമയ്ക്ക് നല്ല പണിയാ കിട്ടിയേ. ജോലി പോകുന്ന കേട്ടെ ഒരു കലാകാരി വന്നിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ മേലധികാരികൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി, അല്ലാണ്ട് കലാകൊല എന്നൊന്നും പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഓഫീസിലെ സ്ത്രീകൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ ശക്തമായി വാദിക്കുന്നത്. ചോദ്യം 2. സ്ത്രീയുടെ പ്രശ്നം പുരുഷനായാലോ? ഇന്ന് ഓഫീസിൽ നേരത്തെ ആണല്ലോ ചേച്ചി. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? നല്ല ലുക്കിലാണല്ലോ. ചേച്ചി സാരി ഉടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. ആണോ? താങ്ക് യു. ശരി വിനയ, ഇത്തിരി ജോലിയുണ്ട്. ഓ, എന്ത് ജോലി? പിന്നെ ചേച്ചിക്കൊരു നീല സാരിയില്ലേ, അത് ഉടുക്കാത്തത് എന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അത് ഉടുത്ത് വരുന്ന ദിവസമൊക്കെ രാത്രി ഞാൻ ചേച്ചി ഓർക്കും. വിനയ, ഞാൻ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം കുടുംബം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ദയവേ തന്നെ വിട്ടേക്ക്. അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ? വിനയ, മിണ്ടാതെ പോ, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓ, കംപ്ലൈന്റ്? നീ വലിയ ശീലാവതിയൊന്നും ചമയണ്ട. എനിക്ക് നിന്നെയൊക്കെ നന്നായിട്ട് അറിയാം. എന്നോട് ഉടക്കാൻ നിൽക്കല്ലേ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സ്വന്താക്കാനും അറിയാം. അവളൊരു ശീലാവതി വന്നിരിക്കുന്നു. ചേച്ചിയുടെ സാരി നന്നായിട്ടുണ്ട് കേട്ടോ. ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സ്വന്താക്കാനും അറിയാം. അവളൊരു ശീലാവതി വന്നിരിക്കുന്നു. അത് ഉടുക്കാത്തത് എന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അത് ഉടുത്ത് വരുന്ന ദിവസമൊക്കെ രാത്രി ഞാൻ ചേച്ചി ഓർക്കും. എന്നോട് ഉടക്കാൻ നിൽക്കല്ലേ. ചോദ്യം 3. സ്ത്രീയുടെ പ്രശ്നം സ്ത്രീധനമായാലോ? ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ കൂടുതലൊന്നും പറയണ്ട. ഇന്നലെ വീട്ടിൽ പോയി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടാനുള്ള ബാക്കി സ്ത്രീധനം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ, അതെവിടെ?
സ്ത്രീധനം എവിടെ? പറഞ്ഞ കാശെവിടെ? നീ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ നോക്ക്. ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. ജോലിക്കാരി. ചോദ്യം 4. സ്ത്രീയുടെ പ്രശ്നം സമൂഹമോ അതോ അവൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് പറയുന്നവരോ ആയാൽ? മാഡം, ഞാൻ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ എനിക്കെതിരെ ആരോ ഓമക്കത്തുകൾ അയക്കുകയാണ്. ചില സഹപ്രവർത്തകർ നല്ല രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്നുമുണ്ട്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല മാഡം. എന്നാ അനുഭവിച്ചോ? എന്നെ ഒന്ന് സഹായിക്കണം മാഡം. ഒരു കാര്യം ചെയ്യേ, ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിതാ. പീഡനമാണ് മാഡം, പക്ഷേ മാനസികമായിട്ടാണെന്ന് മാത്രം. കള്ളപ്പരാതി ഞാൻ എങ്ങനെയാണ് കൊടുക്കുക? എനിക്കൊരു കുടുംബമുണ്ട്. പിന്നെന്തിനാ ഞങ്ങളെ മെനക്കെടുത്തുന്നേ? നീ പോയി നിന്റെ ഭർത്താവിനോട് പറ. ഭർത്താവിനോട് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. വീട്ടിലിരിക്കാനാ പറയുന്നേ. അയാൾക്ക് വിവരമുണ്ട്, കേട്ടിട്ടില്ലേ? പിതാ രക്ഷതി കൗമാരെ ഭർത്ത രക്ഷതി യൗവനെ പുത്ര രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി. എന്നാ അനുഭവിച്ചോ? പിന്നെന്തിനാ ഞങ്ങളെ മെനക്കെടുത്തുന്നേ? അയാൾക്ക് വിവരമുണ്ട്, കേട്ടിട്ടില്ലേ? പിതാ രക്ഷതി കൗമാരെ ഭർത്ത രക്ഷതി യൗവനെ പുത്ര രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി. ന സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി. ഒറ്റപ്പെടലല്ല, ഒരുമയാണ് ശക്തി. അതെ, ഒത്തുചേരൂ, ഒരുമിച്ച് മുന്നേറൂ, ഭയരഹിതരായി. പഴകിത്തുരുമ്പിച്ച ചട്ടങ്ങൾ മാറ്റുവിൻ, പകരമീ നാടിന്റെ ദുഃഖങ്ങളാറ്റുവിൻ. ഇവിടെ ഈ വാഴ്വിന്റെ ശോണാഭിലാഷങ്ങൾ ഉലകമണിച്ചാർത്തട്ടെയെന്നു നീളേ. ഒരുമിച്ചു ശബ്ദമുയർത്തിയോർന്ന, ഒരുമിച്ചു ശബ്ദമുയർത്തിയോർന്ന. ഇനി ഉത്തരങ്ങൾ. സർക്കാർ ഉദ്യോഗസ്ഥർ മേലധികാരികൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി. അല്ലാണ്ട് കലാകൊല എന്നൊന്നും പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഓഫീസിലെ സ്ത്രീകൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ ശക്തമായി വാദിക്കുന്നത്. സർ, എനിക്കെതിരെ പരാതി കത്തുകൾ വന്നു എന്നത് ശരിയാണ്. പക്ഷേ എനിക്ക് ആ കത്തുകളുടെ സത്യസന്ധതയിൽ സംശയമുണ്ട്. അതുകൊണ്ട് പരാതിക്കാർ നേരിട്ട് ഹാജരാകട്ടെ. ശ്യാമ പഴയ ശ്യാമയല്ല സർ. ഇന്നൊപ്പം നിൽക്കാൻ എനിക്ക് എന്റെ സംഘടനയുണ്ട്. അഴിമതിരഹിതമായൊരു സംഘടന. തെറ്റ് ചെയ്യാത്തവന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഇതാണ് എന്റെ സംഘടന എന്നെ പഠിപ്പിച്ച പാഠം. ചേച്ചിയുടെ സാരി നന്നായിട്ടുണ്ട് കേട്ടോ. ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. വിനയ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സ്ത്രീക്ക് ഇഷ്ടമാണെന്നാണോ നീ വിചാരിക്കുന്നത്? എങ്കിൽ ആ ധാരണ തെറ്റാണ്. അവൾക്കത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഉറപ്പായും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് അവളെ കാണാൻ കൊള്ളാമെന്നും അവളുടെ വസ്ത്രം നല്ലതാണെന്നും ഒക്കെ പറഞ്ഞു കേൾക്കാൻ. പക്ഷേ അത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞു കേൾക്കാനാണെന്ന് മാത്രം. സ്ത്രീധനം എവിടെ? പറഞ്ഞ കാശെവിടെ? ചോദിക്കുമ്പോ തരാൻ നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ പൈസയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഒരു ജോലിയുടെ മഹത്വം അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നവർക്കേ മനസ്സിലാകും. ഇനിയും സ്ത്രീധനത്തിന്റെ പേരിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രതികരിക്കാൻ ഞാൻ തനിച്ചല്ല. എന്റെ കൂടെ എന്റെ സംഘടനയുണ്ട്. സ്ത്രീധനമെന്ന അനീതിക്കെതിരെ, ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തുന്ന എന്റെ സംഘടന. പിന്നെന്തിനാ ഞങ്ങളെ മെനക്കെടുത്തുന്നേ? നീ പോയി നിന്റെ ഭർത്താവിനോട് പറ. ന സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി. മാഡം, ഇവിടേക്ക് കയറി വരുന്ന ഓരോ സ്ത്രീക്കും ഒരു വിശ്വാസമുണ്ട്. അവളെ കേട്ട് അവൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമെന്ന വിശ്വാസം. അത് തകർത്തുകൊണ്ട് എന്തിനാണ് ഈ പ്രസ്ഥാനം
വെറും പ്രഹസനമായി ഇങ്ങനെ തള്ളി ഉന്തിക്കൊണ്ടു പോകുന്നത്? ആഗ്രഹിക്കുന്നുണ്ട് മാഡം, ഇവിടെ ഓരോ സ്ത്രീയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, നിവർന്നു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. കണ്ടില്ലേ, ഇവ ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും അനുഭവിക്കുന്ന വലിയൊരു ചോദ്യാവലിയിലെ ഉത്തരങ്ങൾ പലപ്പോഴും ലഭിക്കാത്ത ചെറിയ ചില ചോദ്യങ്ങൾ മാത്രമാണ്. ആ ചോദ്യാവലി എന്ന് പരിഹരിക്കപ്പെടുന്നോ അന്ന് മനുസ്മൃതി മാറ്റി എഴുതപ്പെടും. അതെ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ നാടും ഈ വീടും ഈ നമ്മളും ചോപ്പ് നാടയിൽ